ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ജോയ് ഷാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മെസ്തിയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഏകദേശം ഒരു 4-4.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ മെസ്തിയിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ മെസ്തിയെ മുഷ്കുലി ഏരിയയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ബാക്കിൽ നല്ല അടിപൊളി മലകളും പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയ ടവേഴ്സ് ഉണ്ട്, വാച്ച് ടവേഴ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 ഡിഗ്രി ആകുമ്പോൾ അങ്ങനെ പുറത്തധികം നിൽക്കാനൊന്നും പറ്റില്ല. കാല് നിലത്തൊന്നും അങ്ങനെ അധികം ചവിട്ടാൻ പറ്റുന്നില്ല. ടൈലിലൊക്കെ ചവിട്ടുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഞങ്ങൾ മാട്ടുവല്ലി കാനിയോൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ലേറ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മിസ്റ്റേക്ക് ഏകദേശം പിന്നെ ഈ മാട്ടുവല്ലി കാനിയൻ്റെ അവിടെ നിന്ന് 4 മണിക്കൂറിലധികം ഉണ്ട്. പക്ഷേ ചെറിയ റോഡുകളാണ്, അങ്ങനെ വലിയ സൗകര്യങ്ങളുള്ള റോഡുകളും ഹൈവേകളൊന്നുമില്ല. സ്ട്രീറ്റായിട്ടുള്ള ഭാഗങ്ങൾ കുറവാണ്. പിന്നെ ഇനീഷ്യലി ഫസ്റ്റ് ഈ കുറച്ച് പകുതിയോളം ഭാഗത്ത് പിന്നെ അത്യാവശ്യം ഇടക്കൊക്കെ ഒരു ഗ്രാമങ്ങളൊക്കെ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഗ്രാമങ്ങളും പോലും ഇല്ലായിരുന്നു. പിന്നെ പെട്രോൾ പമ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന 1-2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പിന്നെ വർക്ക് വരുന്ന ലോറികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളങ്ങനെ കുട്ടീസിൽ നിന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് പ്രിപ്പയർ ആയിട്ട് വരണം. കഴിയുന്നതും പകൽ തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കണം. അങ്ങനെ അത്ര എളുപ്പമല്ലായിരുന്നു. മീൻസ് സ്ട്രീറ്റ് ലൈറ്റില്ല, ആളുകളില്ലാത്തൊരു റോഡായിരുന്നു. പിന്നെ വഴി മൊത്തം റോഡ് പണി നടന്നുകൊടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പനോരമിക് കാക്രി എന്ന് പറഞ്ഞൊരു പേരായിരുന്നു. എനിക്ക് ഏകദേശം 100 ദിർഹംസിന് താഴെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കിട്ടിയ റൂമായിരുന്നു. നല്ല ഒരു അത്യാവശ്യം ഒരു വൃത്തിയിലൊരു പുതിയ റൂമാണ്. പക്ഷേ നമ്മൾ കുറച്ചൊന്നൊരു മണ്ണിൽ കൂടി കയറി വരണം. കാരണം നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെയുള്ളൂ, ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കുറച്ചും കൊണ്ട് കയറിയിട്ട് ഒരു ഓഫ് റോഡ് പോലെ കുറച്ച് വന്നാലാണ് ഇവിടേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഞാൻ ഈ താമസിച്ച റൂമിൻ്റെ തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കയ്യൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. ഏകദേശം ഒരു 10 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് തണുപ്പ്. എനിക്കൊന്ന് ഞങ്ങൾ സ്കൂളിലേക്കാണ് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ തണുപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് നോക്കി കാണാൻ കുറേ ടവേഴ്സ് കാണാൻ പറ്റിയ ഒരു വാച്ച് ടവേഴ്സാണ്. അത് ഒരുപാട് പഴക്കമുള്ള ഒരു വാച്ച് ടവേഴ്സാണ്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ബാക്കിയുള്ള ഒരു ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വാച്ച് ടവേഴ്സാണ്. അപ്പോൾ അത് ഈ സൊനേറ്റി എന്ന് പറഞ്ഞ ഏരിയയാണ് ഈ മെസ്റ്റി ഉള്ളത്. അപ്പോൾ ആ ഏരിയയിലൊരു സ്പെഷ്യാലിറ്റിയാണത്. അത് നമ്മൾ ഉഷ്കുലിൽ പോയി കഴിഞ്ഞാലും അങ്ങനത്തെ ഒരുപാട് വാച്ച് ടവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ഇപ്പം ഇവിടുന്ന് നേരെ ഉഷ്കുലിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം എന്നിട്ട് ഇന്ന് നമ്മൾ ഉഷ്കുലിൽ താമസിക്കും. അപ്പോൾ ഉഷ്കുലിൽ താമസിച്ച് നാളെ വീണ്ടും നമ്മൾ മെസ്തിയിലേക്കാണ് തിരിച്ചു വരും. ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് നേരെ തിരിച്ചിട്ട് കുട്ടീസിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഞങ്ങൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഒരു ഷെയ്ഡ് ബാൽക്കണി ഉണ്ട്. ഞങ്ങളുള്ളത് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്ഥലത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അടുത്തൊരു 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ 20 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ മെസ്തിയേൻ്റെ ആ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ ചെറിയൊരു കഫേ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മൊത്തം ഒരു ഗ്രീനറി മാറ്റി നല്ലൊരു ഭംഗിയുടെ മൊത്തത്തിൽ കാണാനുള്ള ഏരിയ. അതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ ഒരു പാസ് എന്നുള്ളൊരു പേരിലാണ്, ഗ്രിവിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാൻ ഏകദേശം ഒരു ഓട്ടം സീസൺ ആയതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി മഴ കയറുമ്പോഴാണ് കുറച്ചുകൂടി കളേഴ്സൊക്കെ മാറി വരുന്നത്. സിറ്റിയിലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ താഴത്തെ മെസ്റ്റിയ ഭാഗത്തൊന്നും ഇത്ര കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിലൊക്കെ ഇങ്ങനെ വലിയ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ മഞ്ഞ് മൂടിയ മലകളും മറ്റങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്.
പോകുന്ന വഴിയിലൊരു ടവറാണത്. ഇവിടുത്തെ ഒരു ഫേമസ് ടവറാണ്, ടവർ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു പഴയ ഒരു ലവ് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ടവറാണത്. അപ്പോൾ ഇവിടേക്ക് എൻട്രൻസ് 2 GL ഒരാൾക്ക്, 2 ലാരി ഒരാൾക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ ടവറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറിയതാണ്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ കോണി വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഉള്ളത്. അപ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. 3 സ്റ്റെപ്പ് കയറിയാൽ ഇതിൻ്റെ മുകളിലേക്ക് എത്താം. പിന്നെ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല, ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു പണ്ടത്തെ കാലത്ത് ഒരു സ്റ്റാൻഡ് ടവർ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ചില ഹോൾസ് ഉണ്ട്, ചില സൈഡിലൊക്കെ ഹോൾസ് ഉണ്ട്. പിന്നെ ഇതിന് തൊട്ട് പുറകിലായിട്ട് ഒരു റിവർ ഉണ്ട്. അപ്പോൾ റിവർ ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ മെസ്തിയിൽ നിന്ന് ഉഷ്കുളി എത്തി. ഉഷ്കുളിലേക്കുള്ള റോഡ് തന്നെ ചില സ്ഥലത്ത് കുറച്ചൊരു മോശമാണ്, എന്നാലും സാധാ കാർ ഉപയോഗിച്ചൊക്കെ ഉഷ്കുളി മെയിൻ സ്ഥലത്തേക്ക് വരാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 8 കിലോമീറ്റർ വന്നിട്ട് ഒരു സ്കാര ഗ്ലേസിയർ ഉണ്ട്, ഒരു ഗ്ലേസിയർ ഉണ്ട്. അപ്പം അവിടേക്ക് വരാൻ കുറച്ചുകൂടി വലിയ ബൈക്കിൽ വേണം. അപ്പോൾ അവിടേക്ക് 2 തരത്തിലാണ് ആൾക്കാർ വരുന്നത്. ഒന്നെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട്, അത് ചെയ്തിട്ട് വരണം. 20 കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ വലിയ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് വണ്ടി എടുത്ത് വരാൻ പറ്റും. ഒരു കല്ലൊക്കെ നല്ല റോഡ് നല്ല കുറേ ചെറിയ വാട്ടറൊക്കെ ക്രോസ് ചെയ്യണം, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു പോകുന്ന നിങ്ങൾക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളങ്ങനെ വന്നതാണ്. ഞങ്ങൾ വലിയ വണ്ടി അതുകൊണ്ട് ഞങ്ങളങ്ങനെ വന്നതാണ്. എന്നിട്ട് 2 കിലോമീറ്റർ ഹൈക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. നല്ല അടിപൊളി വ്യൂ ആണ് മൊത്തത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഒരു ഓട്ടം സീസൺ ആയതുകൊണ്ട് മൊത്തത്തിലൊരു യെല്ലോ ആണ്, എല്ലാം ഒരു യെല്ലോ ഇതിലേക്ക് വന്നിട്ട് അതിന് പിറകിലായിട്ട് ആ ഒരു മുകളിലെ മലയിൽ സ്നോ ആണ്. അതങ്ങനെ നല്ല വെള്ള നിറത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ വണ്ടി നിർത്തിയതിനു ശേഷം ഇങ്ങനത്തെ ബൈക്കിലാണുള്ളത്, നല്ല കല്ലുള്ള ബൈക്കിലാണുള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടില്ല, അതിൻ്റെ ഒരു കളറ് കണ്ട എന്തൊരു ഭംഗിയാണ് മൊത്തത്തിൽ കാണാനെന്ന്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ആ ഒരു ഓട്ടം സീസണിൻ്റെ ഒരു സ്റ്റൈല്. ഇപ്പുറത്തോടെ ഒരു വെള്ളം ഒഴുകുന്നുണ്ട്, ഒരു നദി ഒഴുകുന്നുണ്ട്. ആ ഗ്ലേഷ്യറിൽ നിന്ന് മഞ്ഞൊരുക്കിച്ച് വരുന്നതാണ്. അതിൻ്റെ പിറകിലായിട്ട് ഇങ്ങനെ കണ്ടില്ല, യെല്ലോയും ഓറഞ്ചും ലീവ്സ് ഇങ്ങനെ മരത്തിലൊക്കെ, എന്തൊരു ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഞങ്ങളിതാക്കുന്ന അവിടെ സ്കാര ഗ്ലാസിൻ്റെ അടുത്തെത്തി. നല്ല വെയിലാണ് അത്യാവശ്യം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടയറായിരുന്നു. ഒരു 3 കിലോമീറ്റർ അധികം ഉണ്ട്. അത്യാവശ്യം സ്റ്റെപ്സൊക്കെ എടുക്കാനുണ്ട്. നല്ല നല്ല കല്ലുകളാണ്, ഞങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കല്ലുകൾ താണ്ടിയിട്ട് വേണം വരാൻ. അത്യാവശ്യം ഒരു ഫിസിക്കൽ ഇതില്ലാണ്ട് കൂടി വരാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഹൈക്കിങ്ങിനോടൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ടതാണ്. കിതക്കി തന്നെ മൊത്തത്തിൽ കിട്ടും. കാരണം അത്രയും എന്താ പറയുക, നല്ല ടയർഡായിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മളെ ഒക്ടാസൊക്കെ അതിനൊക്കെ ഹൈക്ക് ചെയ്തതും നടന്നു ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട് ശരിക്കും. ഈ കാണുന്നത് മൊത്തം ഐസിന്റെ കട്ടയാട്ടോ. നമ്മൾ ദൂരമൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ലെങ്കിൽ അടുത്തെത്തുമ്പോൾ ഐസിന്റെ കട്ട എന്നൊക്കെ മനസ്സിലാവാം. ഈ കാണുന്നതാണ് ഗ്ലേഷ്യേഴ്സ്, കണ്ടില്ല? ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റായിട്ട് ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നിലവിൽ നല്ല വെള്ളമുണ്ട് ഇവിടെ അങ്ങോട്ട്, അപ്പോൾ അത് ക്രോസ് ചെയ്യുന്നില്ല. ഗ്ലേഷ്യേഴ്സിന്റെ അടുത്ത് പോകണ അത്ര നല്ലതല്ല, കാരണം സേഫ് അല്ല. എപ്പോഴും അതിങ്ങനെ അറന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. മുകളിലൊക്കെ ഇങ്ങനെ കല്ല് നിൽക്കുന്നതാണല്ലോ, അതൊക്കെ ഏത് സമയത്ത് ഇങ്ങനെ താഴോട്ട് പോകുക. ഗ്ലേഷ്യർ ഇങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചളിവെള്ളം പോലെ ഒലിച്ച് വരുന്നുണ്ട്. അടിഭാഗത്ത് ആണെങ്കിൽ അങ്ങനെ ഗ്ലേഷ്യർ വരുന്നുണ്ട്, ഒലിച്ചിട്ട് ഇങ്ങനെ ഉരുക്കി വരുന്നുണ്ട്. ഇതുപോലെ ഒരിക്കലും സേഫ് അല്ല, കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കല്ലുകളൊക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അതിനടുത്തേക്ക് പോലെ ഒരിക്കലും സേഫ് അല്ല. ഇപ്പം പിന്നെ വെള്ളം അങ്ങോട്ട് അധികാരം അങ്ങോട്ട് പോകുന്നുമില്ല.
ഞങ്ങൾ പിന്നെ അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ എന്നാലും നല്ല കല്ലുകളാണ്. ഇവിടേക്ക് വന്നപ്പോൾ കുറച്ചൊരു വെയിലിന് കുറവുണ്ട്. കുറച്ചുകൂടി ഒരു മരത്തിന് അടിയിൽ കൂടിയാണ്. അവിടെ പക്ക ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ലമാരിയ എന്ന് പറഞ്ഞൊരു പഴയകാലത്തെ ഒരു ചർച്ചാണ്. ചെറിയൊരു മലന്റെ മുകളാണ്. അപ്പോൾ മലന്റെ മുകളിൽ എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ സ്കാര ഗ്ലാസ് എന്ന ആ ഏരിയയിലെ നല്ലൊരു കിഡിലൻ വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ്. കുറച്ചൊരു ഉയരത്തിലായതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കാണുന്നതാണ് ഈ ചർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ പറ്റും. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ അങ്ങനെ കയറാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ളൊരു ചർച്ചാട്ടോ. അതുപോലെ അവിടെ കാണാം എന്താക്കണം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഭയങ്കര പഴക്കമുള്ള ചർച്ച എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.